ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അതായത് സാഖ്യയോഗം, അതിലെ 10ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വച. ഇനി വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം. ഭാരത എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്ര മഹാരാജാവേ. ഉഭയോ സേനയോ മധ്യേ, രണ്ട് സേനകളുടെയും നടുവിൽ. വിഷീദന്തം തം വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന അവനോട്. ഹൃഷീകേശ പ്രഹസൻ ഇവ, ശ്രീകൃഷ്ണൻ മന്ദഹാസത്തോടെ എന്നോണം. ഇദം വച ഉവാച, ഈ വാക്കിനെ പറഞ്ഞു. വ്യാഖ്യാനം നോക്കാം. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇരു സേനകളുടെയും നടുവിൽ വ്യാകുലചിത്തനായിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മന്ദഹസിക്കുന്നത് പോലെ, അങ്ങനെ തോന്നിക്കുന്ന വിധത്തിൽ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതൊക്കെ സഞ്ജയൻ പറയുന്നതാണ് കേട്ടോ. ഇനി ഭഗവാൻ പറയുന്നതാണ് അടുത്തത്. എന്താണ് ഭഗവാൻ പറഞ്ഞേ നോക്കാം. 11ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിത. അതിൻ്റെ വാക്കുകളുടെ അർത്ഥം. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു. ത്വം അശോച്യാൻ അന്വശോച, നീ ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാൻ ഭാഷസേച്ച, ജ്ഞാനികളുടെ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. പണ്ഡിത, ജ്ഞാനികൾ. ഗദാസൂൻ അഗദാസൂൻ ച, പ്രാണൻ പോയവരെക്കുറിച്ചും പോയിട്ടില്ലാത്തവരെക്കുറിച്ചും. ന അനുശോചന്തി, ദുഃഖിക്കുന്നില്ല. ആരെക്കുറിച്ച്, ഞാൻ എൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ നോക്കുന്നത്. ആരെക്കുറിച്ചിട്ടാണ് ദുഃഖിക്കേണ്ടാത്തത്? അവരെ ചൊല്ലി നീ വല്ലാതെ സങ്കടപ്പെടുന്നു. ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്. അതേസമയം വിവേകികളെപ്പോലെ നീ സംസാരിക്കുകയും ചെയ്യുന്നു. ജീവൻ പോയവരെ പറ്റിയും പോകാത്തവരെ പറ്റിയും പണ്ഡിതന്മാർ ഒരിക്കലും ദുഃഖിക്കാറില്ല. ഈ ചരാചരങ്ങളിലൊക്കെയുള്ള എല്ലാ ജീവനും പ്രപഞ്ച ജീവൻ്റെ തന്നെ ഒരു സ്ഫുരണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജീവൻ എങ്ങും പോകുന്നുമില്ല, വരുന്നുമില്ല. ഈ ഒരു സത്യം മനസ്സിലാക്കിയ ആൾക്കാരെ ജീവനെക്കുറിച്ച് ദുഃഖിക്കാറില്ല. ജീവൻ പോകുന്നില്ല, വരുന്നില്ല. അതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രപഞ്ച ജീവൻ്റെ തന്നെ ഒരു സ്ഫുരണമാണ് ഓരോ ജീവനും. ഈ ഒരു സത്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഈ മരണത്തെക്കുറിച്ചുള്ള ഭീതിയും മരിച്ചുപോയവർ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നലൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഈ അർജുനൻ അനാവശ്യമായിട്ട് അത്തരം കാര്യങ്ങളിൽ ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ചൊക്കെ ഓർത്ത് ദുഃഖിക്കുകയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ സംസാരിക്കേണ്ടതോ പണ്ഡിതന്മാരെ പോലെ, ഈ ജ്ഞാനികളെപ്പോലെ ഈ അർജുനൻ സംസാരിക്കുന്നുവെങ്കിലും ഈ അടിസ്ഥാനപരമായ അറിവ് അർജുനനിൽ കാണുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് ആരും മരിക്കുന്നില്ല, ആ ജീവൻ എങ്ങും പോകുന്നില്ല, വരുന്നില്ല എന്നുള്ളൊരു സത്യം. പ്രപഞ്ച ജീവൻ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്നത് എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് അർജുനനിൽ കാണുന്നില്ലല്ലോ എന്ന് ഭഗവാൻ പറയാണ്. നാശമുള്ള ഈ പ്രപഞ്ചം, അതായത് ക്ഷരബ്രഹ്മം, നാശമുള്ള പ്രപഞ്ചം, അതിൻ്റെ അമ്മയും, അതായത് അമ്മയും നാശരഹിതയുമാണത്. അതിനെയാണ് പറയുന്നത് അക്ഷരബ്രഹ്മം. ഈ സ്പന്ദനങ്ങൾ, ഇതിലെ അക്ഷരബ്രഹ്മത്തിൽ ഇതിലൊക്കെ സ്പന്ദനങ്ങളുടെ ബീജാവാപം നടത്തുന്ന ഈശം, അതിനാണ് അക്ഷരാതീതം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ഭാവത്തിലുള്ള ഒരു പ്രപഞ്ച സങ്കല്പം ഗീതാകാലത്തിന് മുൻപേ ഉണ്ടെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും, പഠിക്കുമ്പോൾ മനസ്സിലാവും. അത് നമ്മൾ മനസ്സിലാക്കണം. അർജുനന് പറ്റിയ മറവി ചൂണ്ടിക്കാണിക്കുന്നത് പോലെയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. ഈ 3 ഭാവം മനസ്സിലായില്ലേ? ക്ഷരബ്രഹ്മം, അക്ഷരബ്രഹ്മം, പിന്നെ അക്ഷരാതീതം, അതായത് ഈശം. ക്ഷരം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം കാണുന്ന, അതാണ് ക്ഷരബ്രഹ്മം. അതിൻ്റെ അമ്മയും നാശരഹിതയുമായിട്ടുള്ളതാണ് അക്ഷരബ്രഹ്മം. ഇതിലൊക്കെ സ്പന്ദനങ്ങളുടെയൊക്കെ ബീജാവാപം നടത്തുന്നതാണ് ഈ അക്ഷരാതീതം, അതായത് ഈശം. അങ്ങനെ 3 ഭാവത്തിലാണ് പ്രപഞ്ചത്തെ നമ്മൾ കണ്ടിരുന്നത്. അടുത്ത ശ്ലോകം നോക്കാം.
12 ന ത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. ഈ വാക്കുകളുടെ അർത്ഥം: അഹം ജാതു ന ആസം ന ഏവ, ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ത്വം ച ന ആസി ഇതി ന, നീയും ഇല്ലാതിരുന്നിട്ടില്ല. ഇമേ ജനാധിപ ന ആസാൻ ഇതി ന, ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല. അതഃ പരം വയം സർവേ, ഇനിമേലിലും. ന ഭവിഷ്യാമ ഇതി ന ച ഏവ, ആരും ഇല്ലാതാകുകയില്ല തന്നെ. ഇതാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഇനി അതിൻ്റെ വ്യാഖ്യാനം: ഭഗവാൻ പറയാണ്, ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ കാണുന്ന രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല, നാം എല്ലാവരും ദേഹനാശത്തിനപ്പുറത്തുള്ള അതിൻ്റെ ഭാവി കാലത്തും ഇല്ലാതാവുകയും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മരിച്ചാലും നമ്മളൊന്നും ഇല്ലാതാവുന്നില്ല. ഇവിടെ ഇങ്ങനെ പറയുന്നത് ദേഹഭേദത്തെ അനുസരിച്ചാണ് ഇവിടെ ഞാൻ, നീ, ഈ രാജാക്കന്മാർ എന്ന് ബഹുവചനം പ്രയോഗിച്ചിരിക്കുന്നത്. രാജാക്കന്മാരെയൊക്കെ ആത്മഭേദത്തെ സംബന്ധിച്ചല്ല. ഈ രാജാവും അങ്ങനത്തെ വേർതിരിവുകളൊക്കെ ദേഹത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ആത്മാവ് എല്ലാ ദേഹങ്ങളിലും ഒന്ന് തന്നെയാണ്. ഇങ്ങനെയാണ് ഈ ശാങ്കര ഭാഷ്യത്തിലും ഇങ്ങനെയാണ് ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്, ശ്രീ ശങ്കരാചാര്യരുടെ ഗീതാഭാഷ്യത്തിലും. അതായത് നമ്മൾ ഈ വ്യത്യാസങ്ങളൊക്കെ ദേഹത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവ് എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വേർതിരിവുകളൊക്കെ കാണിക്കുന്നത് ശരീരത്തിനെ മാത്രം, ദേഹഭേദത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ 3 ശ്ലോകം നോക്കിയാൽ മതി. നമുക്ക് ബാക്കി നാളെ നോക്കാം. നന്ദി.